ഹലോ ഗൈസ്, ഇതപ്പം ഞാനിത് 2 സവാള എടുത്തിട്ടുണ്ട്, പച്ചമുളക്, ക്യാരറ്റ് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 3 മുട്ട ഞാനിതെവിടെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്, കുരുമുളക് പൊടി, ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഒരു പകുതി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഇത് നന്നായി ബീറ്റ് ചെയ്ത് വയ്ക്കുക. അത്രയും മതി. ഇത്തിരി ക്യാരറ്റ് ഇട്ടുണ്ട്, പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഉപ്പ് ആവശ്യത്തിന് ഇടുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി വെച്ച് വയ്ക്കാം. കുരുമുളക് പൊടിയൊക്കെ ആവശ്യത്തിന് ഇട്ടാൽ മതി കേട്ടോ. എരിവ് കൂടുതലാക്കണ്ട. ഒരു നുള്ളു പഞ്ചസാരയും കൂടി ഇടുന്നുണ്ട് ഞാൻ കേട്ടോ. ഇവിടെ ഞാനൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഉപ്പ് കൂടുതൽ ഇടണ്ട, കാരണം മുട്ടയിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത്തിരി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഈ നൂഡിൽസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുത്തത് കേട്ടോ. ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇത് എഗ്ഗ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, കുരുമുളകും ചെറിയ ഉള്ളിയൊക്കെ കൂടിയിട്ട് അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. മുഴുവനും ഒഴിക്കുന്നില്ല കേട്ടോ, കുറച്ച് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിക്കാം. ഇനി നമുക്ക് ഈ നൂഡിൽസ് ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. ഫുള്ളായിട്ട് വെച്ച് കൊടുക്കണേ. അതിനുശേഷം നമുക്ക് ഇതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇത് ക്യാരറ്റ് എല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഫുള്ളായിട്ട് ഇതിലുള്ളത് മുഴുവൻ നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഇതും ഒഴിച്ചു കൊടുക്കാം. മുട്ടയുടെ ബാക്കിയുള്ളത് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അടുത്തത് ഇത്തിരി പ്രയാസമുള്ള കാര്യം കേട്ടോ. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഞാൻ ഇതിലേക്ക് ഈ പാനിലേക്ക് മറിച്ചിട്ട് കൊടുക്കാൻ പോവാം കേട്ടോ. മറിച്ചിട്ടിട്ട് കാണിക്കാം. ഇതാ ഇങ്ങനെയാണ് മറിച്ചിടുന്നത് കേട്ടോ. അത് ഞാൻ ഇതിൻ്റെ മുകളിൽ വെച്ചു. ഇതിലേക്ക് അങ്ങോട്ട് കമത്തി കൊടുക്കണം. അത് ഇത്രയേ ഉള്ളൂ പണി. അപ്പോൾ ഇതാ ഞാൻ മറിച്ചിട്ടു കേട്ടോ. ഇതിൽ നിന്ന് ഇതിലേക്ക് ഇങ്ങനെ മറിച്ചിടുക. ഒരാളുടെയും കൂടി